ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മൂന്നാം സീറ്റ് ആവശ്യത്തിൽ ലീഗ് നേതാക്കളുമായി കോൺഗ്രസ് നേതാക്കൾ വീണ്ടും ചർച്ച നടത്തും. മൂന്നാം സീറ്റ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാനാണ് ലീഗ് തൽക്കാലം തീരുമാനിച്ചിരുന്നത്. എന്നാൽ രാജ്യസഭാ സീറ്റ് കൊടുക്കാമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷേ കോൺഗ്രസിൻ്റെ ഈ ഉറപ്പ് എത്രമാത്രം ലീഗ് ഏറ്റെടുക്കുമെന്ന കാര്യം കാണാനിരിക്കുന്നതേ ഉള്ളൂ. സമീർ സി മുഹമ്മദ് പറയും മറ്റു കാര്യങ്ങൾ. ഗുഡ് മോർണിംഗ് സമീർ സി മുഹമ്മദ്, വിശദാംശങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ് SKN. മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് വേണം എന്നുള്ള ആവശ്യം ശക്തമാണ്. അതേസമയം തന്നെ നിലവിലെ 18 MP-മാരും സിറ്റിംഗ് MP-മാരും മത്സരരംഗത്തുണ്ടാകും എന്നുള്ള കാര്യമാണ് UDF നേതൃത്വം വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ നിലവിലുള്ള ആ 2 സീറ്റിൽ അവർ ഒതുങ്ങാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വലിയ ചർച്ചകളാണ് മുസ്ലിം ലീഗിനകത്ത് നടക്കുന്നത്. ജില്ലാ കമ്മിറ്റികളും അതുപോലെ തന്നെ മണ്ഡലം കമ്മിറ്റികളും ആവശ്യപ്പെടുന്നത് കാലങ്ങളായി ഈ 2 സീറ്റിൽ മാത്രമാണ് മുസ്ലിം ലീഗ് ഒതുങ്ങുന്നത്. അത് മതിയാകില്ല. ഇത്രയേറെ അംഗബലമുള്ള ശക്തിയുള്ള ഈ പാർട്ടിക്ക് ഇതിലധികം സീറ്റിന് അർഹതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ 3 സീറ്റ് കിട്ടിയേ മതിയാകൂ എന്നുള്ള ആവശ്യമാണ് മണ്ഡലം കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പിന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ള ഒരു ഉറച്ച നിലപാട് തന്നെയാണ് നേതൃത്വത്തിനും ഉള്ളത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അതിന് കഴിയില്ല എന്നുള്ള ഒരു നിലപാടാണ് UDFിൻ്റെ നേതൃത്വത്തിലുള്ളത്. പ്രത്യേകിച്ചും ഈ 18 സിറ്റിംഗ് MP-മാർ മത്സരരംഗത്തുണ്ട് എന്ന് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗിനെ പിണക്കാനും കഴിയില്ല. മുസ്ലിം ലീഗാണെങ്കിലോ ഒരു വലിയ രീതിയിൽ, അതായത് ഏതെങ്കിലും ഘട്ടത്തിലുള്ള ഒരു അനിഷ്ട സംഭവങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അത് മുന്നണിക്കകത്ത് തന്നെ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഘട്ടമുണ്ടാകും. പ്രത്യേകിച്ചും ഇടതു മുന്നണി അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അത്തരത്തിലുള്ള നടപടിയിലേക്ക് ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം വരാനിരിക്കുന്നേ ഉള്ളൂ. എങ്കിലും ഏറെക്കുറെ തീരുമാനമാവുകയും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് KS ഹംസ ഇടത് സ്ഥാനാർത്ഥിയായിരുന്നു എന്നുള്ളതാണ്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ഒപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടിയെ ഉൾപ്പെടെയുള്ള നേതാക്കളെ വെല്ലുവിളിച്ച വ്യക്തിയാണ്. മാത്രമല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ, അതായത് EK സുനിൽ വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹമാണ് ഹൈദരലി തങ്ങളുടെ മകൻ മൊയ്നാലി തങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് അത്തരം കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനകത്തുനിന്ന് കൂടി വോട്ട് പിടിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി കൂടിയാണ് KS ഹംസ. ഇത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെ വരുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. ഈ ഒരു വേളയിൽ തങ്ങൾ മുന്നോട്ട് വെച്ച മൂന്നാം സീറ്റ് നൽകാനാവില്ല എങ്കിൽ മറ്റെന്ത് പോംവഴി എന്നുള്ള കാര്യമാണ് ലീഗ് നേതൃത്വം ആരായുന്നത്. ഇതിൽ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ഇനി ഒഴിവ് വരുന്ന സീറ്റിലേക്ക്, അതായത് രാജ്യസഭാ സീറ്റിലേക്ക് ലീഗിനെ പരിഗണിക്കാം, ലീഗിന് ആ ഒരു സീറ്റ് നൽകാൻ കഴിയും എന്ന വിധത്തിലുള്ള ഒരു പരിഹാര മാർഗ്ഗമാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. മറ്റൊരു പോംവഴിയായിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ഉപാധിയായിക്കൊണ്ട് മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചത് കഴിഞ്ഞ സർക്കാരിൽ, അതായത് നേരത്തെ UDF സർക്കാർ വന്നപ്പോൾ 5ാം മന്ത്രിസ്ഥാനം നൽകിയിരുന്നു. അത്തരത്തിലുള്ള ഒരു ആവശ്യവും മുസ്ലിം ലീഗ് നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ അത് ഒരു സാമുദായിക ധ്രുവീകരണത്തിന് ഇടയാക്കുന്ന ഒരു ഘട്ടമുണ്ടാകും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കും. അതിനാൽ തന്നെ അത്തരം ഒരു നടപടിയിലേക്ക് പോകേണ്ടതില്ല. പരമാവധി രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിന് നൽകാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം വെച്ച് പുലർത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കോൺഗ്രസിനും ഒപ്പം തന്നെ മുസ്ലിം ലീഗ് നേതൃത്വത്തിനും കഴിഞ്ഞിട്ടില്ല. സമരാജ്ഞ പുരോഗമിക്കുകയാണ്. KPCC അധ്യക്ഷനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും നയിക്കുന്ന ഈ സമരാജ്ഞയുടെ അവസാനത്തോടുകൂടെ, ഈ യാത്രയുടെ അവസാനത്തോടുകൂടെ ആയിരിക്കും ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. എന്തായാലും മുസ്ലിം ലീഗ് 2 സീറ്റിൽ ഒതുങ്ങുമോ എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അണികൾക്കിടയിൽ വലിയൊരു വികാരമായി ഇത് മാറുന്നുമുണ്ട്. ആ ഒരു വികാരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ പാണക്കാട് ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾക്ക് വേണ്ടിക്കൊണ്ട് അടിയന്തര നേതൃയോഗം ചെയ്യുന്നത്. സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഒപ്പം തന്നെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, MP-മാരായിട്ടുള്ള അബ്ദുൽ സമദ് സമദാനി, ET മുഹമ്മദ് ബഷീർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി PMS സലാം ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു. ഏതായാലും മുസ്ലിം ലീഗ് ഈ മൂന്നാം സീറ്റ് എന്നുള്ള ആവശ്യത്തിൽ നിന്നും പിന്നോട്ട് പോകുന്നില്ല. അത് സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ഇതിനകം ഇടത് സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ അനൗദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനത്തിലേക്ക് നീങ്ങുന്നുവെങ്കിലും ഇടത് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ കളം പിടിച്ചു തുടങ്ങുന്ന ഒരു ഘട്ടമുണ്ട്. വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾക്ക് വൈകാതെ തന്നെ അവർ തുടക്കം കുറിക്കുകയും ചെയ്യുന്നു. UDFിനകത്ത് ഇപ്പോഴും സിറ്റിംഗ് MP-മാർ മത്സരിക്കും എന്നതിൽ കവിഞ്ഞ് മറ്റു തരത്തിലുള്ള പ്രചാരണ പരിപാടികളൊന്നും തുടക്കമായിട്ടില്ല. അത് സംബന്ധിച്ചുള്ള ഒരു വിമർശനം, അത് സംബന്ധിച്ചുള്ള ഒരു ആശങ്കയും അണികൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ലീഗ് പ്രതീക്ഷയിലാണ്, മൂന്നാം സീറ്റ് ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് നേതൃത്വം ഈ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുന്നുമുണ്ട്. ഓക്കെ, താങ്ക് യു സമീർ സി മുഹമ്മദ്. മിനി ബാബു പറയുന്നു, പ്രേക്ഷക സമ്മേളനം കഴിഞ്ഞതിന് ശേഷം പിന്നെ പതിവായി മെസ്സേജ് അയക്കുന്ന എന്നെപ്പോലുള്ളവരുടെ മെസ്സേജ് SKN ഒഴിവാക്കുന്നു. നല്ല സങ്കടമുണ്ട് SKN. മിനി ബാബു അങ്ങനെ ഒരിക്കലും ഇല്ല കേട്ടോ. നിങ്ങളൊക്കെ നമ്മുടെ സ്ഥിരം കക്ഷികളാണ്, നിലവിദ്വാൻമാരെ പോലെയാണ് മിനി ബാബുവിനെയൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഒഴിവാക്കലോ അവഗണനയോ ഇല്ല. നമ്മൾ ഒന്നിച്ചുള്ള യാത്രയാണ്. മാത്രമല്ല നിങ്ങളെയൊക്കെ നമ്മൾ ലീഡർഷിപ്പിലേക്ക് ഉയർത്തുന്നതിനെ കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്.